ഹായ് കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. മഴയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മഴ വരട്ടെ അല്ലേ? വേനൽക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളമില്ല എന്ന് പറയും. മഴ വന്നു കഴിഞ്ഞാൽ മഴയാണേ എന്ന് പറയും. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മുടെ മനസ്സിനെ ചില സുഖമുള്ള ഓർമ്മകളൊക്കെ നമുക്ക് വരുമല്ലോ. അതായത് നമ്മുടെ ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ചില നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര സങ്കടം വരുന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഓർമ്മകളൊക്കെ നമുക്ക് സന്തോഷം തരുന്നത് കേട്ടോ. പിന്നെ വേദനയാകുന്ന ചില ഓർമ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഓർമ്മകളെയൊക്കെ നമ്മളങ്ങ് മറന്ന് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. നമുക്ക് സന്തോഷം കിട്ടിയാലല്ലേ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവുമല്ലോ. നമുക്ക് ചുറ്റും നമ്മുടെ മനസ്സ് കാണാനും നമ്മോട് സംസാരിക്കാനും നമ്മളെ വിളിക്കാനും ഒന്നും ആരുമില്ലെന്നൊരു തോന്നലുണ്ടാകുന്നിടത്ത് നമുക്ക് അവിടെ നിന്നൊരു ശക്തി ഇങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരും കേട്ടോ. അതിൽ നമ്മൾ ഒന്ന് ബലം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകും കേട്ടോ. അതൊക്കെയാട്ടോ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം അതിനൊന്നും അനുകൂല്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ് വീഡിയോസൊന്നും ഇടാത്തത്. പിന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ രാവിലെ ഇടുമ്പം ഞാനങ്ങ് വീഡിയോ എടുത്ത് ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാനൽ മാറ്റി നോക്കുമ്പോൾ എൻ്റെ ചാനലും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് നമുക്ക് കപ്പ രാവിലെ കടുക് പൊട്ടിച്ചിട്ട് നമ്മളതായിരുന്നു കഴിച്ചത്. തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയായിരുന്നു ഇന്നത്തെ രാവിലത്തെ കാപ്പിക്കുള്ള ഫുഡുകൾ. പിന്നെന്തുവാ വേറെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്താൽ നല്ലതാണെന്ന് പറയും. പക്ഷെ ആരോടും ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ വിഷമങ്ങൾക്ക് പരിഹാരം ആർക്കും തരാൻ പറ്റത്തില്ല. നമുക്ക് വിഷമങ്ങളുണ്ടായാൽ നമ്മൾ തന്നെ അതിന് എന്താ മാർഗമെന്ന് നോക്കിയിട്ട് അത് കണ്ടെത്തി നമ്മൾ പരിഹരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കപ്പ തലേ ദിവസം ബാക്കി വരുന്നത് കടുക് പൊട്ടിച്ച് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി യൂട്യൂബേഴ്സ് വീഡിയോസൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ നമ്മൾ വെച്ചത് പാവയ്ക്കാത്തോരനായിരുന്നു കേട്ടോ. പാവയ്ക്കാത്തോരൻ ഈ ചെറിയ പാവയ്ക്കായല്ലേ പറമ്പിൽ നിന്നൊക്കെ പറിക്കും. നമ്മുടെ മുറ്റത്ത് ഈ പറമ്പിലൊക്കെ നിലത്തൂടെ കിടന്നുണ്ട് വളരുന്നൊരു പാവല കേട്ടോ. ആ പാവയിൽ നമ്മൾ പാവയ്ക്കാത്തോരനായിരുന്നു നമ്മളിന്ന് കറി വെച്ചത്. പാവയ്ക്കാത്തോരനും മീൻ കറിയൊക്കെ ഉള്ളായിരുന്നത് നല്ലതായിരുന്നു കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം കേട്ടോ. ഇനിയും പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് ഫേസ്ബുക്കിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇതുവരെ എന്നെ എത്തിച്ചത്. എല്ലാ ദുഃഖങ്ങളും മറന്ന് കുറേ സമയം നിങ്ങളുമായി ചിലവഴിക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാ പാവയ്ക്കയുടെ കുരുവാട്ടോ. നല്ല പാവയ്ക്കായാണ് ഇത്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പാവയ്ക്കയല്ല കേട്ടോ. ഇത് പറമ്പിലൊക്കെ ഇങ്ങനെ കിളിയൊക്കെ വന്ന് കുത്തിയിട്ട് തിന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ വീണിട്ടുണ്ടാകുന്ന പാവയ്ക്കായാണ്. അത് നല്ല പാവയ്ക്ക, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അത് നമുക്കത് കുറച്ച് കിട്ടി. നമ്മുടെ പറമ്പിലൊന്നുമല്ല, നമുക്ക് കുറച്ച് കിട്ടി. അത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ചതായിരുന്നു കേട്ടോ. അത് ഒത്തിരിയും ഉണ്ടാകും കേട്ടോ. നിറച്ചും ഉണ്ടാകും, ദുരിതാന്നുണ്ടാകും. ഇപ്പം പിന്നെ മഴ കാരണം നമ്മുടെ മുറ്റത്തും ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പോയി, മഴ കാരണം മൊത്തം നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പം മഴയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന് തന്നെ ഉണ്ടായിയൊക്കെ വരും. അത് തന്നെ ഉണ്ടായിട്ട് വരുന്ന കേട്ടോ. നമ്മൾ ആ നട്ടിട്ടുണ്ടാകുന്നൊന്നുമല്ല, അത് തന്നെ ഉണ്ടായിട്ട് വരുന്ന. ഇനി ഉണ്ടായി വരുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് ഗുഡ് നൈറ്റ്.